ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന പ്രതികരണവുമായി നിയമമന്ത്രി പി രാജീവ്. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നും വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കുമെന്നുമാണ് പ്രതികരണം. സർക്കാരിന് നിലപാട് അറിയിക്കാൻ സമയമുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ഇന്ന് തന്നെ സർക്കാർ സത്യവാങ്മൂലം തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ഇരുവരുടെയും പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം നിൽക്കും. അതാണല്ലോ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെൻറ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, ഒരു മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക. ഭരണഘടനാമായ പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. സർക്കാർ തിരുത്തണം, അഫിഡവിറ്റ് തിരുത്തണം. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. സമുദായ സംഘടനകളായ SNDPയും NSSും പ്രതികരണവുമായി എത്തി. യുവതീ പ്രവേശനത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. തിരുത്തേണ്ടത് സർക്കാർ തന്നെ തിരുത്തണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിലേക്ക് കൂടി. ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടത് തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ അതുകൊണ്ട് തിരുത്തിയതിൻ്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. സത്യവാങ്മൂലം വേണോ വേണ്ടോ എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. SNDP യോഗത്തെ സംബന്ധിച്ചുള്ള SNDP യോഗത്തിന് അഭിപ്രായം പറയുക എന്നുള്ളതാണ്. സ്ത്രീ പ്രവേശനത്തെ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദെ, ഗുഡ് ആഫ്റ്റർനൂൺ. SNDPയുടെയും NSSന്റെയും നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചെറിയ സംശയമുള്ളത് സർക്കാരിന് ഇക്കാര്യത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. ഒരു കാര്യം, സുപ്രീം കോടതിയിൽ അഭിഭാഷകന്റെ ഒരു പരാമർശം, ആ സോഫാർ എന്ന് പറയുന്ന ആ ഒരു പരാമർശം. രണ്ടാമത്തേത്, നിയമമന്ത്രി പി രാജീവ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കാം സർക്കാരിന്റെ ഒരു നിലപാട്? ക്രിസ്ത്യൻ, ഈ വിഷയത്തിൽ നിയമമന്ത്രി പി രാജീവ് മാത്രമല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മറ്റ് CPM നേതാക്കളടക്കം ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്, അവരുടെ പ്രതികരണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നത് നിലപാടിൽ നിന്ന് പതുക്കെ സർക്കാർ മയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമടക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ നിലപാട് കോടതിയിൽ അറിയിക്കുക എന്നുള്ളത് ഒരു വലിയ തലവേദനയുള്ള കാര്യമാണ്. മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ പശ്ചാത്തലം CPMനെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാക്കിയ ഒന്നാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിനപ്പുറത്തേക്ക് ശബരിമല ക്രമക്കേടുകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നൊരു പ്രത്യേക സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന എന്ത് നിലപാടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു അവധാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകും പ്രധാനമായും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക. കൂടാതെ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS അടക്കം സഹകരിച്ചതിന്റെ പ്രധാന കാരണം ഈ വിശ്വാസ പ്രശ്നങ്ങളിൽ സർക്കാർ ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയം. അതുകൊണ്ട് തന്നെ ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നേരത്തെ സർക്കാർ നിലപാട്, അക്കാര്യത്തിൽ ഉറപ്പായും ഒരു മയപ്പെടുത്തൽ ഉണ്ടാകും. പക്ഷേ പെട്ടെന്നുള്ളൊരു യൂട്ടേൺ, അതും പൊളിറ്റിക്കലി CPMനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴുള്ള മയപ്പെട്ട ഈ സമീപനം. ഇന്ന് നിയമമന്ത്രി പി രാജീവ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. യെസ് ഓർ നോ പറയേണ്ട സാഹചര്യമല്ല, എല്ലാ വശങ്ങളും ആലോചിച്ച് സർക്കാർ തീരുമാനിക്കും. സർക്കാർ അന്ന് ചെയ്തത് സുപ്രീം കോടതി വിധി അനുസരിക്കലായിരുന്നു. സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണെന്നും ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതുമായിരുന്നു പി രാജീവിന്റെ പ്രതികരണം. ആ പ്രതികരണത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് നിയമസഭാ സാഹചര്യത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയം ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടത്. ആ നിലപാട് എങ്ങനെ എടുക്കുമെന്നുള്ളത് ഒരു രാഷ്ട്രീയ ആകാംക്ഷ കൂടിയാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.